ഹായ് ഡിയേഴ്സ്, നിങ്ങൾ എല്ലാവരും എക്സാമിന് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും അല്ലെ? വെൽ സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എക്സാമിന് വേണ്ട കോണ്ടന്റുകളെല്ലാം നിങ്ങൾ കവർ ചെയ്തിട്ട് പഠിച്ചു തീർത്തിട്ടുണ്ടാവും അല്ലെ? ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് എന്റെ കുഞ്ഞു മക്കൾക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്. എക്സാം ഹാളിലേക്ക് പോകുന്നതിന്റെ മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നാളത്തെ എക്സാം എന്ന് പറയുന്നത് 2 പേപ്പർ ഉണ്ട് അല്ലെ? പേപ്പർ 1ഉം പേപ്പർ 2ഉം. 10:15 പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കരുതിയിട്ട് നിങ്ങൾ ആരും 10:15 എന്ത് ചെയ്യരുത്, എക്സാം ഹാളിലേക്ക് പോകരുത്. നേരം കാലത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം സെന്ററിലേക്ക് എത്തുക. കാരണം വേറെ ഒന്നുമല്ലടാ, നമ്മൾ എക്സാം ഹാളിലേക്ക് ലേറ്റ് ആയി എത്തുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, നമുക്ക് ഭയങ്കര വെപ്രാളായിരിക്കും. ആ ഒരു വെപ്രാളം വെച്ചിട്ടാണ് നിങ്ങൾ എക്സാം എഴുതുന്നെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാനും ടെൻഷൻ അടിച്ച് വിട്ടുപോകാനും ഒക്കെ സാധ്യതയുണ്ട്. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? നമ്മുടെ ഡ്രീമില്ലേ നമുക്ക് LSS നേടണം എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, നേരം കാലത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് എത്തുക. പേപ്പർ 1 പരീക്ഷ എന്ന് പറയുന്നത് 10:15 മുതൽക്ക് 12 മണി വരെയാണ്. അതേപോലെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് എക്സാം ഉണ്ട് അല്ലെ? പേപ്പർ 2 ഉണ്ട്. പേപ്പർ 2 എപ്പോഴാണ്? 1:15 മുതൽക്ക് 3 മണി വരെയാണ്. ഉച്ചഭക്ഷണം അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ആരും സ്കിപ്പ് ചെയ്യരുത്. എക്സാമിന്റെ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഇരിക്കേണ്ട, നിങ്ങൾ ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം അറിയണം അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു ബുക്ക്ലെറ്റ് പോലെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ഒരു ബുക്ക് പോലെ ഉണ്ടാവും. അതിന്റെ ഫ്രണ്ട് പേജിൽ നമുക്ക് റോൾ നമ്പർ എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ റോൾ നമ്പർ എഴുതാൻ. അതേപോലെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടാവും, അത് നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം. നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ അവിടെ തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരോ സബ്ജക്ട്സിലും എന്ത് കാണാം, ക്വസ്റ്റ്യൻസ് കാണാം അല്ലെ? ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യെസ്, നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. 1ഓ 2ഓ വട്ടം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുക. എന്നിട്ട് അവിടെ ആൻസർ എന്ന് പറഞ്ഞ ഒരു ബോക്സ് തന്നിട്ടുണ്ടാവും. ആ സ്പേസിൽ വേണം നിങ്ങൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. 1 വേർഡിന്റെ ചോദ്യമുണ്ട്, അതേപോലെ തന്നെ 1 സെന്റൻസിൽ എഴുതാനുള്ള ചോദ്യമുണ്ട്. ഇനി ഒരു ചോദ്യം തന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ABC എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കാം, 2ഓ 3ഓ വട്ടം വായിക്കുക. കാരണം നമ്മൾ ഒരുപാട് വട്ടം വായിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ഓക്കെ, എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾ ഇതുപോലെ തന്നെ വായിച്ചിട്ട് തന്നെ നിങ്ങൾ പരീക്ഷ എഴുതാം. ഇനി പേപ്പർ 1ന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് പേപ്പർ 1ൽ 1ാം ഭാഷയുണ്ട് അല്ലെ? ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ട്. മലയാളം എഴുതുന്നവർക്ക് മലയാളമാണുള്ളത്. മലയാളത്തിന് നമുക്ക് 20 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ ഏതൊക്കെയാണുള്ളത്? ഇംഗ്ലീഷും എഴുതാനുണ്ട്. യെസ്, നമ്മുടെ GK അല്ലെ? നമുക്ക് GKയും എഴുതാനുണ്ട്. ഇത് രണ്ടും എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്? 10 മാർക്കിനാണ്. സോ പേപ്പർ 1 നമ്മൾ എടുക്കുകയാണെങ്കിൽ 40 മാർക്കിന്റെ ചോദ്യ പേപ്പർ ആയിരിക്കും. ഇനി പേപ്പർ 2ലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പേപ്പർ 2ൽ നമുക്ക് 2 ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റുകളാണ് ഉള്ളത് അല്ലെ? ഏതൊക്കെയാണ്? EVS പരിസര പഠനവുമുണ്ട്, അതേപോലെ തന്നെ മാത്സും ഉണ്ട്. 2 പേപ്പേഴ്സും എത്രയാണ്? യെസ്, 40 മാർക്കിനാന്ന് പറഞ്ഞു. പേപ്പർ 2ലുള്ള EVS 20 മാർക്കിനും മാത്സ് 20 മാർക്കിനുമാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്കുള്ള സബ്ജക്റ്റിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. കാരണം ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നതും ആ സബ്ജക്റ്റുകളിൽ നിന്നാണ്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ നാളത്തെ എക്സാമിന് പോകുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടടാ. നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എക്സാം സൂപ്പർബായിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ കയ്യിൽ കരുതേണ്ട എല്ലാം നിങ്ങൾ കയ്യിൽ കരുതുക. നേരം കാലത്തെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് എത്തുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിക്കുക. എക്സാം നല്ല അടിപൊളിയായിട്ട് കളർഫുൾ ആയിട്ട് എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. മാത്രമല്ല എല്ലാ ടീച്ചേഴ്സിന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് ഏവർക്കും LSS എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം നേടിയെടുക്കാൻ സാധിക്കും. സോ ഓൾ ദി വെരി 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 ബെസ്റ്റ്. ബൈ.